ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകൾ അവതരിപ്പിക്കുന്നത് നിവിനാണ്. മുൻ കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പയ്ക്കെതിരായ പോക്സോ കേസ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. 2026 നന്ദിഗ്രാമിൽ നിന്ന് മത്സരിക്കുമെന്ന ആരോപണങ്ങൾ അഭിഷേക് നിഷേധിച്ചു. ട്രംപിന്റെ കൂടുതൽ AI ഡാറ്റാ സെന്ററുകൾക്കായുള്ള നീക്കം അദ്ദേഹത്തിന്റെ സ്വന്തം വോട്ടർമാരിൽ നിന്ന് തിരിച്ചടി നേരിടുന്നു. ഇറാൻ സംവിധായകൻ ജാഫർ പനാഹിയെ 1 വർഷം തടവിന് ശിക്ഷിച്ചു. ഇന്ത്യൻ കരസേന ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ പോരാട്ട വിക്ഷേപണം വിജയകരമായി നടത്തി. 2 വർഷമായി ബംഗാൾ സർക്കാർ കേന്ദ്ര ഫിഷറീസ് പദ്ധതി നടപ്പാക്കിയില്ലെന്ന് കേന്ദ്രം അറിയിച്ചു. ഓപ്പൺ AI, ഗൂഗിൾ എന്നിവയുമായി മത്സരിക്കാൻ ഡീപ്സീക്ക് 2 പുതിയ AI റീസണിംഗ് മോഡലുകൾ പുറത്തിറക്കുന്നു. റിലയൻസ് സ്റ്റാർ ടെലിവിഷൻ പ്രൊഡക്ഷൻസുമായി ജിയോ സ്റ്റാറിന്റെ ലയനം പൂർത്തിയാക്കി. ബോംബെ ഹൈക്കോടതി പ്രതിരോധ മന്ത്രാലയത്തിന്റെ കാന്റോൺമെന്റ് ബോർഡ് നോമിനികളെ മാറ്റാനുള്ള അധികാരത്തിൽ ഭിന്നിച്ചു. ഹൈദരാബാദ് മെട്രോ റെയിൽ സുരക്ഷാ സേവനങ്ങൾക്കായി 20 ട്രാൻസ്ജെൻഡർ വ്യക്തികളെ നിയമിച്ചു. ഇന്നത്തെ വാർത്ത ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.